ഉപ്പുമാങ്ങ ചമ്മന്തി തയ്യാറാക്കിയെടുത്താലോ? ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് മാങ്ങയാണ് കേട്ടോ. ഒട്ടും കേടായി പോവോ അതുപോലെ തന്നെ പൂപ്പൽ വരും ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് മാങ്ങ ഉപ്പിലിട്ട് കൊടുത്താൽ മതി. ഉപ്പിലിടുമ്പം ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല ഇട്ട് വയ്ക്കുന്ന ആ ഒരു ബോട്ടിലിന്. അതുമാത്രമല്ല കല്ലുപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഉപ്പുമാങ്ങ നമ്മളൊരു മിക്സഡ് ജാറിനകത്തേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നാളികേരമാണ്. വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ നാളികേരം. പിന്നെ ഇതിനകത്തേക്ക് കാന്താരിമുളക് ഉണ്ടച്ചാൽ കുറച്ച് കാന്താരിമുളക് ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 ചെറിയുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിലിട്ട മാങ്ങയ്ക്ക് ഉപ്പുണ്ടാവും, എന്നാലും ലേശം നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇത് നമ്മൾ അമ്മിക്കല്ലിൽ അരക്കി വെച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു ഉപ്പുമാങ്ങ ചമ്മന്തി മാത്രം മതി. തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോവില്ലേ.